കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഡോക്ടർ എ.പി. ജയരാമൻ എഴുതിയൊരു ലേഖനമുണ്ട്. അദ്ദേഹം ആരംഭിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിൽ യാഗോ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞ. യാഗോ പുറംമോടിയിൽ സ്നേഹം തുളുമ്പുന്നൊരു കഥാപാത്രമാണ്, പക്ഷേ ഉള്ളിൽ കട്ട പിടിച്ച കാപഡ്യമാണ്. ഇത്തരം ആളുകളെ സൂചിപ്പിക്കാൻ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലൊരു പുതിയ വാക്കുണ്ട്, ഫ്രെനിമി. ഫ്രണ്ടും എനിമിയും കൂടി ചേർന്നത്. ഒരു കപ്പ് കാപ്പിക്കപ്പുറം വരുന്ന വശ്യതയോടെ സംസാരിക്കും, പിന്നെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം കെടുത്തും. ഇത്തരം ആൾക്കാരോടുള്ള ബന്ധം നമ്മുടെ ശരീരത്തിനുള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ഇത്തരം ബന്ധങ്ങളുടെ സമ്മർദ്ദം ശരീരത്തിലെ ക്രോമസോമുകളുടെ വാൽഭാഗത്തിൻ്റെ സംരക്ഷണ തുമ്പുകളെ ചുരുക്കുന്നു എന്നാണ് ഗവേഷകർ പറയുക. ഇത് ചുരുങ്ങും തോറും മനുഷ്യന് പ്രായവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സാധ്യത കൂടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രായം കലണ്ടറിനേക്കാൾ 2-3 മാസം മുമ്പേ പോകുന്നു. നമുക്ക് പെട്ടെന്ന് വയസ്സാകുമെന്ന് പറയാം. ഇങ്ങനെ നിരന്തര സമ്മർദ്ദം ഉണ്ടാക്കുന്ന ബന്ധമുണ്ടല്ലോ, ശരീരത്തെ എപ്പോഴും ഇങ്ങനെ ജാഗ്രത മോഡിൽ കുരുക്കും. സമ്മർദ്ദ ഹോർമോണുകൾ ഉയരുമ്പോൾ രാത്രി ഉറക്കം കുറയും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലക്ക് വലിയ കനമാണ്. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത്തരം ആളുകളായിട്ട് നമ്മൾ അകലം പാലിക്കുക എന്നുള്ളതാണ്. എന്ത് ഗോസ്പലിൽ ഈശോ പറയുന്നത് തന്നെയാണ്. ഈ ഫ്രെനിമിക്ക് ഈശോ ഉപയോഗിക്കുന്ന വാക്കാണ് വെള്ളയടിച്ച കുഴിമാടം. പുറത്ത് സുന്ദരാണ്, പക്ഷേ അകത്തഴുക്കാണ്. ഇത്തരം മനുഷ്യരുടെ അകലം പാലിക്കുന്നതാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലത്.